ശ്രീ പി കെ നവാസ്. സർ, കേരളത്തിൽ പൊതുവെ കാലവർഷം വലിയ ഭീതിയും ആശങ്കയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ താനൂർ നിയോജക മണ്ഡലത്തിലെ തീരദേശ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് സർ ഇവിടെ സൂചിപ്പിക്കുന്നത്. കാലവർഷം ശക്തമാകുമ്പോഴൊക്കെ കടൽ അതിരുകൾ കടന്ന് അതിരുകൾ ലംഘിച്ച് കരയിലേക്ക് ഒഴുകുന്നൊരു സാഹചര്യം താനൂരിലുണ്ട്. എന്നാൽ വർഷങ്ങളായി കാര്യമായൊരു കടൽഭിത്തി നിർമ്മാണം അവിടെ ഉണ്ടായിട്ടില്ല. ഏകദേശം 10 കിലോമീറ്ററോളം ഇനിയും കടൽഭിത്തിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് സാർ. കടൽഭിത്തി ഇല്ലാത്തത് മൂലം നിരവധി വീടുകൾ തകർച്ചയുടെ വക്കിലാണ്. മാത്രമല്ല, പല കുടുംബങ്ങളും ഓരോ മഴക്കാലത്തും സ്വന്തം ജീവനെയും സ്വത്തിനെയും സംരക്ഷിക്കാൻ രാത്രിയിൽ ഭയപ്പെട്ടുകൊണ്ട് കിടന്നുറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. ജീവനും സ്വത്തും ഒരുപോലെ അപകടാവസ്ഥയിലാകുന്ന ഒരു സാഹചര്യമാണ് സാർ ഉള്ളത്. തീരദേശ സംരക്ഷണം എന്ന് പറയുന്നത് കേവലം ഒരു വികസന പദ്ധതി മാത്രമല്ല, അത് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ വകവെച്ചു കൊടുക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മൾ പറയാറുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ കെയർ എന്ന് പറയാറുണ്ട്. ദുരന്തമുണ്ടായ ശേഷം നഷ്ടപരിഹാരങ്ങൾ വിതരണം ചെയ്യുന്നതിനേക്കാൾ ദുരന്തമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾക്കാണ് സർക്കാർ എന്ന രീതിയിൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. വയനാട് ദുരന്തം നമുക്ക് മുൻപിലുണ്ട്. അതോടൊപ്പം തന്നെ താനൂരിൽ തന്നെ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുൻപ് മുൻകരുതലുകളുടെ അഭാവം മൂലം 22 ജീവനുകൾ നഷ്ടപ്പെട്ടു പോകുന്ന തൂവൽ തീരത്തെ ബോട്ടപകടവും നമുക്ക് മുൻപിലുണ്ട്. ഇനിയും അത്തരമൊരു അനുഭവം മലയാളിക്ക് പൊതുവെയും പ്രത്യേകിച്ച് താനൂരിലും അങ്ങനെ ഒരു അനുഭവം ഉൾക്കൊള്ളാനുള്ള സാഹചര്യമില്ല സാർ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇന്നലെയും ഇന്നുമായി കടൽ പ്രക്ഷുബ്ധമാണ്. അവിടെ മത്സ്യബന്ധന യാനങ്ങൾ തകർന്നു പോകുന്ന വാർത്തകൾ ഇന്നും ഇന്നലെയുമായി ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താനൂർ നിയോജക മണ്ഡലത്തിൽ കടൽഭിത്തി ഇല്ലാത്ത എടക്കടപ്പുറം സൗത്ത്, നോർത്ത്, പുതിയ കടപ്പുറം, ചീരാങ്കടപ്പുറം, ആൽബസാർ എന്നീ മേഖലകളിൽ അടിയന്തരമായി സ്ഥിരം കടൽഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും അതോടൊപ്പം തന്നെ ഒസാങ്കടപ്പുറം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാലപ്പഴക്കം മൂലം നിലവിലുണ്ടായിരുന്ന കടൽഭിത്തികൾ നാശോന്മുഖമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പുതിയ കടൽഭിത്തി നിർമ്മിക്കുന്നതിനുമായിട്ട് അടിയന്തരമായ ഒരു ഭരണാനുമതിയും സാമ്പത്തിക അനുമതിയും നൽകി കാലതാമസം കൂടാതെ ഈ പ്രവൃത്തി ആരംഭിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത് മറ്റു തീരദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ജനസാന്ദ്രതയുള്ള ഇടങ്ങളാണ്. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് വലിയ ആഘാതമുണ്ടാക്കുന്ന ഇടങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി വളരെ പെട്ടെന്ന് ആരംഭിക്കാനും അത് പൂർത്തീകരിക്കാനും തയ്യാറാകണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ് സാർ. ബഹുമാനപ്പെട്ട ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ പി കെ നവാസ് ഉന്നയിച്ച താനൂർ നിയോജക മണ്ഡലത്തിലെ കടലോര പ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മിക്കുന്നതിനും തകർന്ന കടൽഭിത്തികൾ പുനരുദ്ധരിക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സബ്മിഷൻ വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ കാണുകയാണ്. ജലസേചന വകുപ്പിൻ്റെ കീഴിൽ താനൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പുതിയ കടപ്പുറം മുതൽ പൂരപ്പുഴ വരെ 12 കിലോമീറ്ററോളം കടൽ തീരവും ചുരുങ്ങിയ ഭാഗം അഴിയുമാണുള്ളത്. ഇതിൽ 9.90 കിലോമീറ്റർ ഭാഗത്ത് നിലവിൽ കടൽഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ കടൽഭിത്തി ഇല്ലാത്തതും ഭാഗികമായി തകർന്നതുമായ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച എടകടപ്പുറം, ചീരാൻകടപ്പുറം, ഒസാൻ കടപ്പുറം, അൽബസാർ എന്നിവിടങ്ങളിൽ ഓരോ വർഷവും കടലാക്രമണം രൂക്ഷമാകുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലെ രൂക്ഷമായ സാഹചര്യം കണക്കിലെടുത്ത് കടൽഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളിൽ പുതിയ കടൽഭിത്തി നിർമ്മിക്കുന്നതിനും ഭാഗികമായി തകർന്ന ഭാഗങ്ങളിൽ അവിടെ മെയിൻ്റനൻസ് നടത്തി പുനരുദ്ധരിക്കുന്നതിനും വേണ്ടി ആവശ്യമായ പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സർ, ഇത് പ്രകാരം 7 വർക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രദേശങ്ങൾക്ക് വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടാതെ താനൂർ നിയോജക മണ്ഡലത്തിൽ കോർവാൾ ഉപയോഗിച്ച് ഫിഷിംഗ് ഗ്യാപ്പ് അടയ്ക്കുന്നതിനായുള്ള പ്രപ്പോസലുകളും 2 വർക്കുകൾ ആ രീതിയിലും തയ്യാറാക്കിയിട്ടുണ്ട്. സർ, ഇത്രയും വർക്കുകൾ നടപ്പാക്കിയാലേ അത് ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഈ വർക്കുകൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കുവാൻ മുൻഗണന നൽകുന്നതാണ്. ഇപ്പോൾ ഫണ്ടിൻ്റെ അപര്യാപ്തതയുണ്ട്. മുന്നോട്ട് ആ കാര്യങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിച്ച പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് മുൻഗണന നൽകുവാനും സാധ്യമായ ഫണ്ട് ലഭ്യമാക്കുവാനുള്ള നടപടികൾ വകുപ്പ് തലത്തിൽ സ്വീകരിക്കുന്നതാണ്. കൂടാതെ താനൂർ നിയോജകമണ്ഡലത്തിലെ പുതിയ കടപ്പുറത്ത് CP 1640 തെക്ക് ഭാഗത്തേക്ക് 380 മീറ്റർ കടൽഭിത്തി തകർന്നു പോയിട്ടുള്ളത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തുന്നതിനുള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുന്നതാണെന്നും അറിയിക്കുന്നു.